ധനമന്ത്രി ബാലഗോപാൽ ഇടപെട്ട് കോടികളുടെ അഴിമതി മൂടിവെക്കുന്നു എന്നതിന്റെ തെളിവുകൾ പുറത്ത്. ഡൽഹി KUWJ ഘടകത്തിന് കേരള സർക്കാർ നൽകി 25 കോടി രൂപ ധൂർത്തടിച്ചതിന്റെ അന്വേഷണ റിപ്പോർട്ട് ധനമന്ത്രി ബാലഗോപാലിന്റെ ഓഫീസ് മുക്കി എന്നതിന്റെ രേഖകൾ കർമാന്യൂസ് പുറത്തുവിടുന്നു. ധനമന്ത്രി ബാലഗോപാലാണ് ഫയൽ പൂഴ്ത്തിവെക്കുന്നത് എന്ന് തെളിയിക്കുന്ന വിജിലൻസ് രേഖയാണിത്. ചില മാധ്യമ പ്രവർത്തകർ കോടികളുടെ സർക്കാർ ഫണ്ടാണ് പ്രസ് ക്ലബ്ബുകളുടെ മറവിൽ തട്ടിയെടുത്തത്. ഇപ്പോൾ വിഷയത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് CBIയെ കൂടി കക്ഷി ചേർത്ത് ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് കേസ് നടത്തുകയാണ്. ഇത് ദില്ലിയിലെ KUWJ മാത്രമല്ല, കേരളത്തിലെ 14 ജില്ലകളിലും കോടികളുടെ വൻ തട്ടിപ്പാണ് നടന്നത്. പണം പോയതും തട്ടിപ്പും CAG റിപ്പോർട്ട് വന്നിട്ടും ഇതുവരെ ഒരാളെ പോലും അറസ്റ്റ് ചെയ്യുകയോ പണം തിരിച്ചുപിടിക്കുകയോ ചെയ്തിട്ടില്ല. ഗുരുതരമായ ആരോപണം നേരിടുകയാണ് ഇപ്പോൾ ധനമന്ത്രി ബാലഗോപാൽ. മന്ത്രിയുടെ ഓഫീസാണ് ഈ വിഷയത്തിൽ നടപടിക്ക് നിർദ്ദേശം നൽകേണ്ടത്. അന്വേഷണ റിപ്പോർട്ടിന്റെ തൽസ്ഥിതി സംബന്ധിച്ച് CAG 4 റിമൈൻഡറുകൾ അയച്ചിട്ടും മറുപടി നൽകാനാകാത്ത ഗതികേടിലാണ് ധനവകുപ്പ് ഉദ്യോഗസ്ഥർ. ധനമന്ത്രിയാണ് അന്വേഷണ റിപ്പോർട്ട് പൂർത്തിയത് എന്ന സത്യം മറച്ചുപിടിച്ചാലും ഇല്ലെങ്കിലും പണി കിട്ടുന്നത് ഉദ്യോഗസ്ഥർക്കായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിലെ കേസിൽ ദ്രുതഗതിയിലുള്ള നടപടികൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ മുൻകൈയെടുത്ത് നടത്തുവാൻ തുടങ്ങി. ഹൈക്കോടതിയിൽ സർക്കാരിനെതിരെ ഹാജരാകുന്നത് അഡ്വക്കേറ്റ് കൃഷ്ണരാജാണ്. പ്രസ് ക്ലബ്ബുകളിൽ നിലവിലെ കെട്ടിടങ്ങളിൽ അറ്റകുറ്റപ്പണി നടത്തിയെന്ന വൗച്ചറും ബില്ലുമില്ലാത്ത കൊട്ടത്താപ്പ് കണക്കുകളാണ് ധനവകുപ്പ് പരിശോധനയിൽ ഹാജരാക്കിയത്. ടെൻഡർ വിളിക്കാതെ കരാർ കൊടുക്കൽ, സർക്കാർ ഫണ്ട് വർഷങ്ങളോളം ഫിക്സഡ് ഡെപ്പോസിറ്റ് ആക്കി പലിശ സമാഹരിക്കൽ, വ്യാജ വിനിയോഗ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കൽ തുടങ്ങി നിരവധി ക്രമക്കേടുകൾ ധനവകുപ്പ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ടുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഏറ്റവും ഗുരുതരമായ ക്രമക്കേട് നടത്തിയ KUWJ ഡൽഹി ഘടകത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് 2 വർഷത്തിലേറെയായി ധനമന്ത്രി ബാലഗോപാൽ നേരിട്ടിടപെട്ട് പൂഴ്ത്തിവെച്ചിരിക്കുന്നത്. KUWJ ഓഫീസ് മുറി വാങ്ങാൻ അനുവദിച്ച 25 ലക്ഷം രൂപ അപ്പാടെ ഭാരവാഹികൾ വിഴുങ്ങുകയായിരുന്നു. പണം മുഴുവൻ അടിച്ചുമാറ്റുകയായിരുന്നു. KUWJ ഡൽഹി ഘടകത്തിന് ഇപ്പോഴും ഓഫീസ് മുറിയില്ല. 2022 സെപ്റ്റംബറിൽ ധനവകുപ്പ് ഇൻസ്പെക്ഷൻ വിംഗ് നടത്തിയ പരിശോധനയുടെ വിശദ റിപ്പോർട്ട് 2023 മാർച്ചിൽ ധനമന്ത്രി ബാലഗോപാലിന് സമർപ്പിച്ചിരുന്നു. മന്ത്രി ബാലഗോപാൽ ഇടപെട്ട കേസിലെ പ്രതികളെ രക്ഷിക്കുകയാണ്. മന്ത്രിയെ മാധ്യമപ്രവർത്തകരിൽ ചിലർ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുവെന്നും പറയുന്നു. മന്ത്രിയുടെ രഹസ്യങ്ങൾ പുറത്താക്കുമെന്ന് പറഞ്ഞ് തങ്ങൾക്കെതിരെയുള്ള തട്ടിപ്പ് കേസ് പൂഴ്ത്താൻ മന്ത്രിയെ സമ്മർദ്ദം ചെലുത്തിയെന്നും പറയുന്നു. പ്രസ് ക്ലബ്ബുകളുടെ സർക്കാർ ഫണ്ട് വെട്ടിപ്പ് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് പരിഗണിക്കുന്ന കേസിൽ IPRD സെക്രട്ടറി സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഡൽഹി KUWJ ഘടകം സർക്കാർ ഫണ്ട് വിനിയോഗത്തിൽ ഗുരുതരമായ ക്രമക്കേട് കണ്ടെത്തിയതായും തുടരന്വേഷണത്തിന് ധനവകുപ്പിനെ ചുമതലപ്പെടുത്തിയതായും അറിയിച്ചിരുന്നു. കേസ് കഴിഞ്ഞ ബുധനാഴ്ച ഹൈക്കോടതി പരിഗണിച്ചപ്പോൾ അന്വേഷണങ്ങളുടെ തൽസ്ഥിതി റിപ്പോർട്ട് നൽകാൻ ചീഫ് ജസ്റ്റിസ് സർക്കാർ ഭാഗം വക്കീലിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ മാസം 16-നകം മറുപടി നൽകാനാണ് ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിച്ചത്. ധനവകുപ്പ് ഇൻസ്പെക്ഷൻ വിംഗ് റിപ്പോർട്ടുകൾ കോടതിയിൽ ഹാജരാക്കിയ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടും ഭാരവാഹികൾക്കെതിരെ നിയമ നടപടികൾക്ക് സർക്കാർ താൽപര്യമെടുക്കുന്നില്ല എന്ന ആരോപണം ഉന്നയിച്ചു. ഇക്കാര്യത്തിലും മറുപടി നൽകാൻ ചീഫ് ജസ്റ്റിസ് സർക്കാരിനോട് നിർദ്ദേശിച്ചു. വിവിധ പ്രസ് ക്ലബ്ബുകൾക്ക് അനുവദിച്ച 2.5 കോടി രൂപ സർക്കാർ ഫണ്ട് വിനിയോഗത്തിൽ ഗുരുതരമായ ക്രമക്കേടുകൾ നടന്നതായും തുക തിരിച്ചുപിടിച്ച് ഭാരവാഹികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശിച്ച 2021 CAG റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് മുഖ്യൻ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. നടപടി വൈകിപ്പിക്കാനാണ് IPRD ധനവകുപ്പ് അന്വേഷണത്തിന് വിട്ടത്. 9 ഇടത്ത് പരിശോധന നടത്തിയ ധനവകുപ്പിന്റെ 8 റിപ്പോർട്ടുകളും ധനമന്ത്രി അംഗീകരിച്ചു. ദില്ലിയിലെ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതിന് സർക്കാർ ഹൈക്കോടതിയിൽ ഉത്തരം പറയേണ്ടി വരും. കേരള സർക്കാർ തല അന്വേഷണത്തിൽ വിശ്വാസമില്ലാത്തതിനാൽ CBI അന്വേഷണമോ കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണമോ വേണം എന്നാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് കോടതിയിൽ വാദിച്ചത്. ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്.